രാവിലെ എണീറ്റ് ഉഷ വേറെണ്ണം വിചാരിച്ച് മഴ സമ്മതിക്കൂല. എനിക്ക് ഇറങ്ങണം പുറത്ത്. ഫ്രഷ് ആവണം. പല്ലൊന്നും തേച്ചില്ല, ഡ്രസ്സ് മാത്രം അറിയുള്ളൂ. രാവിലത്തെ അവസ്ഥ എത്തും ഒരു രക്ഷയില്ല. പിന്നെ വിചാരിച്ചു അവ അവിടെ ഇരിക്കില്ലേ, ചിക്കൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ചിക്കൻ വയ്ക്കണം, ഇത് കട്ട് ചെയ്ത് വെക്കണം. ഇത് റെഡിയാക്കി ഇടിച്ചിടേണ്ടത്. അതുകൊണ്ട് ഇത് മഴ കുറഞ്ഞില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിപ്പോയി എടുത്തു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സൈഫ കുറയ്ക്കണം. സൈഫ കൂടി കിടക്കുക, അകത്ത് ചെന്ന് കയറാനാണ്. വെള്ളം കയറി കിടക്കുകയല്ലേ, എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. വെള്ളം കയറക്കുന്നുണ്ടോ? മുളകും സവാള വാട്ടാൻ വേണ്ടി വഴറ്റി വെക്കണം. റൈസിന് വേണ്ടി റൈസ് റെഡിയാക്കി. സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം വരണില്ല, ഇത് കുപ്പിവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. റെഡിയായിട്ട് കുറച്ചും കൂടി ഉണ്ട്. സംഭവം മുളക് പൊടിയില്ല, അതാണ് ഇതില്ലാത്ത ചുവപ്പാകാത്ത. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ അത് കഴിയാം. ഇതും കഴുകി ഞാൻ വെച്ച്, അരിയും കഴുകി വെച്ച് ഇതൊന്ന് സെറ്റാക്കണം. ഇത് നല്ല വെള്ളമാണ്. ഫോട്ടോ കഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസും കൂടി ഇനി റെഡി ആവാറുള്ളൂ, ബാക്കിയെല്ലാം റെഡിയായി സെറ്റാണ് ചെയ്തത്. ഇത് പറക്കെടുത്ത് വെച്ചത് അടിയിലാത്ത. ഇനി ഷട്ടർ ശലം കൂടി താത്താൽ മതി. തീർന്നുകൊണ്ട് ഇപ്പോൾ ശലം തുറന്ന് വെച്ചത്. മഴ പെയ്യണമെങ്കിൽ ശലം കൂടി താക്കണം ഷട്ടർ. ഫോട്ടോ അയച്ചു കൊടുത്ത് റെയിനാറ്റ് പീക്ക് വീണ്ടും മഴ പൊടിയുന്നു. എന്തിനാവുന്നൊരു പിടിയില്ല. തുടങ്ങി മഴ നേരിക്കുന്നു. വെച്ച് ചെയ്യണം മഴ. റൈസ് റെഡിയാന്ന് നോക്കട്ടെ. ഇത് കഴിക്കുന്നു, സെറ്റായി. ശകലം എന്തോ മിസ്സിങ് ഉണ്ട് കറിയിൽ, വേറെ കുഴപ്പമില്ല. മസാലയിൽ എന്തോ ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഓക്കെയാണ്. അയ്യോ കൊള്ളാല്ലേ. ടൈം അങ്ങനെ കാണാൻ ഇങ്ങനെ പോക്കുന്നത്. ഒരു കൊല്ലത്തിൽ ഫസ്റ്റ് ഇപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് അടുത്ത് ഉറക്കം തൂങ്ങി തീരാറായി. എന്നൊരു അനാലിസിസ് ചെയ്തായിരുന്നു, കുഴപ്പമില്ലാതെ കറക്റ്റായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അങ്ങനെ കയറുമെന്ന്. എന്താ ഒറ്റക്രാശ്, അത് എവിടെ ഒന്നുമല്ല നിന്നത്. അതിൻ്റെ ആ ട്രേഡ് ചെയ്യേണ്ട ടൈമല്ല, മനസ്സിലായ? ഇപ്പം എത്ര വീണെന്നിപ്പം അറിഞ്ഞൂടെ, ഒരു പിടിയില്ല. അത് നോക്കിയില്ലേ, വീണിട്ട് എത്തിയില്ലായിരുന്നു. ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ പ്രതീക്ഷിച്ചു, പിന്നെ റിട്ടേൺ കയറുമെന്ന് വിചാരിച്ചു. എൻ്റെ ഇന്നത്തെ അനാലിസിസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അത്രയും വ്യൂ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഒട്ടും. കാരണം ഈ സമയത്ത് മാർക്കറ്റ് മൂവ്മെൻ്റ് ഉള്ളതല്ല, മനസ്സിലായി? സൈഡ് വൈസ് ആയിരുന്നു. ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചു ഒരു ചെറിയൊരു പോഷൻ അങ്ങോട്ടാ ഒരു ലെവലും കൂടി നോക്കിയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ, സമയമായി. ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ ഫ്രഷ് ആവട്ടെ. ഫ്രഷായി ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ച് അങ്ങ് പോകണം. ഫോട്ടോ അയച്ചു കൊടുത്ത് ലൈറ്റൊക്കെ ഉണക്കി സെറ്റാക്കണം. വെള്ളം എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു മെഷീനോർത്ത് ഒരു ചെറിയ കംപ്ലൈൻ്റായി, പുതിയത്. അതൊന്ന് തുറന്ന് പറക്കിക്കൊണ്ടിരുന്നായിരുന്നു. നോക്കട്ടെ, ശരിയാക്കാൻ പറ്റിയാലോ ചിലപ്പോൾ. എന്തായാലും അത് കളയണം, റെഡിയായില്ലെങ്കിൽ. തുറന്നപ്പോൾ ഒന്ന് മോട്ടർ സ്റ്റാർട്ടായി തുടങ്ങി. ഇനി തിരിച്ച് റീഫിക്സ് ചെയ്യണം. വർക്കാവോ ഇല്ലയോ എന്നൊരു പിടിയില്ല. അത് വർക്കായ ഒരു റിയാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ വെറുതെ. പുതിയതായിരുന്നു, 7 ദിവസം ഉപയോഗിച്ചുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും മാറ്റി പഴയതെടുത്ത് വെച്ച് പഴയത് വീണ്ടും സ്റ്റാർട്ടായി. അങ്ങനെ ഒരു കൊല്ലം ഓടി. ഇപ്പം നോക്കിയപ്പോൾ പഴയതിൻ്റെ ചാർജർ അകത്ത് കയറി പോകുന്നു. അതൊന്നും ചെയ്യാൻ പറ്റൂല. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇനി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടത്, അതിനാണ് മെയിനായിട്ട് വന്നത്. വേറെ കുഴപ്പമില്ല. ഒരെണ്ണം സൈഫേലത് അവൻ വരുമ്പോൾ നോക്കിക്കോളും. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ
ചെറിയ ഡൗട്ടുണ്ട്. കാരണം രാത്രി വെള്ളം പോകണോ ഇല്ലേ എന്നൊരു ഡൗട്ടുണ്ട് കൂടുതൽ. കാരണം ഇന്നലെ വെച്ചപ്പോൾ രാവിലെ ഒന്ന് നോക്കിയപ്പോൾ 4 മീറ്റർ ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റില്ല. അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങ, അല്ലെങ്കിൽ കുറവാണെങ്കിൽ നാളെ രാവിലെ പോകും. അതാണ് നല്ലത്. ലൈറ്റെല്ലാം ഓണാക്കി സെറ്റാണ്. ഇനി പോയി സൺസെറ്റ് കാണാം. സൺസെറ്റ് ഒരു വെറൈറ്റി അല്ലേ? സൂര്യ അവിടെ നിന്ന് സ്പ്രേ അടിക്കും പോലെ. ഇനി നേരെ പോയി ഞാൻ മറ്റേതിൻ്റെയും കാണിച്ചു തരാം അവസ്ഥ എന്തായാലും. വർക്കായി തുടങ്ങി, പക്ഷേ അതങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് സെറ്റാവണില്ല. എന്തൊരു ഉടായ്പിൽ വെച്ചാൽ എങ്ങനെയാണെന്നത് ഇത് തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം വർക്കായി തുടങ്ങി, പക്ഷേ ഇതിൻ്റെ ഇവിടെ ചെറിയ ഗ്യാപ്പ് പറഞ്ഞു. അതുകൊണ്ട് ഇത് പ്രഷർ എടുക്കുമോ കറക്റ്റായി എടുക്കുമോ ഇല്ലയോ എന്നൊരു പിടിയില്ല. അത് പ്രഷർ കറക്റ്റായി എടുക്കുമോ ഇല്ലയോ എന്നൊരു പിടിയില്ല. ഇതിനി അടുത്ത് എങ്ങനെ അകത്തോട്ട് ഫിക്സ് ചെയ്യണമെന്ന് പിടിയില്ല. ഇതിനകത്തോട്ട് എൻ്റെ ഫോട്ടോ അയക്കാൻ വന്നു. അതിനി കുറച്ചും കൂടിയേ ഉള്ളൂ. എനിക്ക് കൊണ്ട് ഇന്ന് ഫിക്സാക്കാൻ പറ്റും എന്നൊരു വിശ്വാസം. കുറച്ചും കൂടിയേ ഉള്ളൂ. അത് എൻ്റെ പൊസിഷൻ മാറിപ്പോണം എനിക്ക്. ഇപ്പം ജസ്റ്റ് അറിയണില്ല. അതായത് വന്നപ്പം അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഞാൻ വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റണമെന്ന് ഒന്നും കൂടി നോക്കിയാൽ മതി. വീണ്ടും എനിക്ക് കോൾ വന്നു, ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും. അങ്ങനെ കാര്യങ്ങൾ നോക്കട്ടെ. റെഡിയായ പൊളിച്ച്, അല്ലെങ്കിൽ വീണ്ടും 1 രൂപയ്ക്ക് വാങ്ങിക്കണം, പമ്പ് വാങ്ങിക്കണം. അത് ഞാൻ റെഡി ആക്കിയായിരുന്നു കേട്ടോ. പക്ഷേ പ്രഷർ കുറവാണ്, ശകലേ പറഞ്ഞോളൂ. ഇതല്ല എൻ്റെ സ്പീഡ്, നല്ല ഇതിൻ്റെ ഡബിളായിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയോ ബാക്കുണ്ട് ചേട്ടാ. പക്ഷേ പുതിയ ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കണം. ഇതിനെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം അതിൻ്റെ അകത്തുള്ള ഞാൻ ഒരു പ്രഷറിൻ്റെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അത് ഇതിൽ ഗ്യാപ്പ് പറഞ്ഞുണ്ട്. അതുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ പറ്റൂല. എപ്പോൾ വേണമെന്ന് നിന്ന് കളയും. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.